ഹായ് ഹലോ, നമ്മളിന്ന് ചാവക്കാട് ബീച്ചിലാണുള്ളത്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിൽ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന പ്രാവശ്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ബീച്ച് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ചാവക്കാട് ബീച്ചിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ജാനവാളുടെ ആദ്യത്തെ ബീച്ച് ഡേ ഔട്ടാണ്. നമ്മൾ വെയിലാറിയതിന് ശേഷമാണ് നമ്മൾ ബീച്ച് കാണാനായിട്ട് വന്നത്. കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വന്നത്. എൻ്റെ ഫാദറിലോ ആൾ ഡെയിലി മീൻ കഴിക്കുന്ന ഒരാളാണ്. മീനില്ലാതെ പറ്റില്ല. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഞാൻ മീനിപ്പോൾ ബോട്ടിൽ ഇപ്പം നമ്മുടെ മുന്നിൽ വെച്ച് അവർ മീൻ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് നോക്കാനായിട്ട് പോവാണ്. ഫ്രഷ് മീൻ നമുക്ക് കിട്ടുമല്ലോ. എന്താ ഞാനൊക്കെ അട്ടപ്പാടിയിൽ സ്ഥിരം കാണുന്ന മീനുണ്ട്. അയില, കിളിമീൻ, മത്തി, ഇതൊക്കെ തന്നെയാണ് കാണാൻ. ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല ഇവിടെ വേറെ മീനുകളെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മീൻകാർ വരുമ്പോൾ ഞാൻ ഓടി പോകാറുണ്ട് നോക്കാൻ. നമ്മളൊരു കുതിരനെ ഉണ്ട്. ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് പേടിയാണ്. അത് നമ്മളതിനെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിൽക്കാനൊരാഗ്രഹം. ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളാണ്, മനുഷ്യ കുട്ടികളാണ്. അപ്പോൾ നമ്മളിവിടെ പാരൻസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ കുട്ടീനെയൊക്കെ അവർ കുറച്ചും കൂടെ അവർക്ക് കൺസിഡറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുണ്ടല്ലോ, അപ്പോൾ അവർ കുട്ടീനെ നോക്കുന്നുണ്ട്. ചേട്ടായി നല്ലപോലെ നോക്കും. അപ്പോൾ ഞാൻ എന്തായാലും അനിയത്തിയുടെ അവൻ്റെയൊക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് കുറച്ചുകൂടെ അടുത്തേക്ക് പോയി. ഞാൻ പെട്ടെന്നുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയിട്ടൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ യാത്രകളൊന്നും പൊതുവെ ഇപ്പോൾ ഇഷ്ടമല്ലാണ്ടായി. അതുമാത്രമല്ല ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഒരുങ്ങാനൊക്കെ എനിക്ക് മടിയുള്ള കൂട്ടത്തിലാണ്, ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. എങ്കിലും അവിടെ ചെന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈം വീട്ടുകാരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്.